ഇതൊന്നും തന്നെ ഫർമാൻ ഫോർജറി ചെയ്തിട്ടുള്ളതല്ല. കാരണം ഇതിന് മുമ്പേ കിട്ടിയേക്കുന്ന സർട്ടിഫിക്കറ്റും മുമ്പേ കിട്ടിയേക്കുന്ന ആധാർ കാർഡുമാണ്. ഈ പെൺകുട്ടിയെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. സഞ്ജയ് മിശ്ര ഒരു സ്ത്രീക്ക് എവിടെ നിന്നും ഒരു ലൈംഗികമായിട്ടൊരു ആക്രമണം ഉണ്ടായാൽ അവർക്ക് പരാതിപ്പെടാനും ഒക്കെയുള്ള നിയമമുള്ള ഇന്ത്യയിലാണ്. ഇത് പരാതിപ്പെട്ടിട്ടില്ല. അവൾ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു കാര്യമായിരുന്നു. അവരുടെ വീട്ടുകാർ പറഞ്ഞു നിൻ്റെ ആദ്യത്തെ സിനിമയാണിത്, നിനക്ക് ഈ പറഞ്ഞ തട്ടിക്കൊണ്ടുപോയിരുന്ന അച്ഛനും അമ്മയും കൂടെ പറയുന്ന ആണ് അവർ നിൻ്റെ ആദ്യത്തെ സിനിമ, നീ അഡ്ജസ്റ്റ് ചെയ്യും, നീ അതിനെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിനക്ക് പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അയാൾ ഒരു ക്രിമിനൽ വളരുകയാണോ ചെയ്തത്. അവസാനം എങ്ങനെയോ സിനിമ തീർത്തെടുക്കുകയാണ് ചെയ്തത്. പറഞ്ഞു സാർ. कितना साल पहले है ना ये संजय मिश्रा का प्रॉब्लम? संजय मिश्रा आपको अगले साल शूटिंग के टाइम क्या अगले साल पिछले साल, ये पीछे का जो साल था, हाँ पीछे के साल 2025 की ये थिंग्स वो बताता है. उम्र है अच्छा, अभी उस समय उस टाइम कितनी उम्र थी आपकी? मेरी हाँ हाँ हाँ, वो कह रहे कि पहले आप एज, वो आप नाबालिग थे ना उस टाइम? नाबालिग थी मैं तब। हाँ हाँ 17। हमारे पास सिर्फ और सिर्फ एक ही रास्ता बचा है। अगर दिल्ली की सरकार, मध्य प्रदेश की सरकार, केरल की सरकार हमारी मदद नहीं करती है तो हम दोनों सुसाइड कर लेंगे। इनके अलावा हमारे पास कुछ नहीं है। ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പം एक മിനിറ്റ് സൈലൻസ്. അപ്പോൾ പറയുന്നത് അതായത് മധ്യപ്രദേശ് സർക്കാരോ രാജസ്ഥാൻ സർക്കാരോ അവർക്ക് ഇങ്ങനൊരു കേസ് എടുക്കാൻ തയ്യാറാകില്ല എന്നുള്ള യാഥാർത്ഥ്യം പറയുന്നത്. ഒരു ഇന്ത്യയുടെ യാഥാർത്ഥ്യം. ഒരു സ്കൂൾ കുട്ടി, ഇവൾ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, പക്ഷേ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു കമ്പൽ ചെയ്ത് പറയുന്നതല്ല, അവൾ തന്നെ പറയുന്നത്. അവർ തന്നെ പറയുന്നത് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പറയണ്ട, എനിക്ക് പറയാനുള്ളവരോട് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയാം ശരി പറയൂ. ഞങ്ങൾക്ക് ഇത് ശരിക്കും ഇത് പോസ്കോ വിഷയം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് അടച്ചു വെക്കുന്നതോ കുറ്റകരമാണ്. നമുക്ക് എല്ലാവർക്കും കുറ്റകരമാണ്. ഇങ്ങനൊരു സാധനം വന്നാൽ, ഒരു പോസ്കോ വെളിപ്പെടുത്തൽ വരുമ്പോൾ അടച്ചു വെക്കുന്ന പോലും കുറ്റകരമാണ്. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് നിങ്ങളൊക്കെ അറിയുന്ന പോലെയാണ് ഇത് പറയുന്നത്. എനിക്ക് പറയാനുണ്ടെന്ന് പറയാം. തീർച്ചയായും റിവീൽ ചെയ്യാൻ പറ്റില്ല. യെസ്, അതാണ് റിയാലിറ്റി. അത് കേരളത്തിലെ റിയാലിറ്റി, നമുക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യം. അവൾ കരഞ്ഞു പറയുന്നിടത്ത് നിന്നാണ് മനസ്സിലാക്കേണ്ടത്. कंप्लेन क्यों नहीं की? जब मैं करने वाली थी लेकिन मेरी फैमिली ने मुझे मना किया कि अभी कुछ मत करो। मेरी फैमिली ने मेरा साथ नहीं दिया, मैं वहाँ क्या करती। मेरी फैमिली ने मेरा साथ छोड़ दिया। अभी मेरी आप सबसे और पूरे देश की सरकार से एक ही विनती है कि अगर फरमान को हमको सपोर्ट नहीं किया, हमारे खुदकुशी के अलावा हमारे पास और कुछ नहीं रास्ता है। हम दोनों खुदकुशी कर लेंगे। അപ്പോൾ ഈ കൂടെ പോലും നിൽക്കാത്ത വീട്ടുകാരുള്ളൊരു സ്ഥലത്തേക്കാണ് അവൾ പോകുന്നത്. അവരാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ഈ പറഞ്ഞ ലവ് ചെയ്യാതെ എന്ന് പറഞ്ഞ് പരാതി കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് എത്ര പ്ലാൻഡ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല, അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അവരെപ്പോഴും സഹായത്തിന് എല്ലാവരും തയ്യാറാണെന്ന് പറയുന്നു. എല്ലാ മീഡിയയും തയ്യാറാണെന്ന് തന്നെ ഞാൻ കരുതുന്നത്. കാരണം ഒരു ഉത്തരവാദിത്തമുള്ള മീഡിയ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ തയ്യാറാണെന്ന് തീർച്ചയായും. आपका ये भावी प्लान क्या है? अब क्या प्लान है? अभी तो सिर्फ और सिर्फ यही सारे देश की सरकार से मेरी विनती है कि हमारी मदद करे। खुलेआम हमें हमारे पोस्टर जलाए जा रहे हैं, खुलेआम हमें काटने की, मारने की धमकी दी जा रही है। और वो जो सनोज मिश्रा बोल रहे हैं ना कि मोनालिसा का नाम लेते हुए मुझे शर्म आ रही। मेरी फिल्म का हिस्सा नहीं बनेगी मोनालिसा। मुझे खुद ही नहीं बनना है क्योंकि वो इतना गंदा घटिया इंसान है ना। उनका नाम लेते हुए भी मुझे शर्म आ रही है, गंदा महसूस हो रहा है कि सनोज मिश्रा कितना गंदा घटिया इंसान है। सनोज मिश्रा इतना गंदा है ना, लड़कियों को फिल्मों के नाम से छोटी छोटी लड़कियों को छेड़छाड़ी करता है। और ऐसे नहीं, मैं आपको ये फिल्म दूंगा, ये करूँगा, फिल्म का नाम है और गलत काम है सनोज मिश्रा का। और मैं सब सरकार से हाथ जोड़ के विनती करती हूँ कि प्लीज़ मेरे पति को और हम दोनों को सपोर्ट करें। हमारे